ഹലോ വ്യൂവേഴ്സ്. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഗാന്ധിക്കും പുത്ലിബായിക്കും പിറന്ന മൂന്നാമത്തെ മകൻ. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 13-ാം വയസ്സിൽ കസ്തൂർബായെ വിവാഹം കഴിച്ചു. മെട്രിക്കുലേഷൻ വളരെ കഷ്ടപ്പെട്ട് പാസ്സായതിനു ശേഷം ജ്യേഷ്ഠന്റെ നിർബന്ധത്തിനു വഴങ്ങി ഇംഗ്ലണ്ടിൽ നിയമ പഠനം നടത്തി. പിന്നീട് ദക്ഷിണാഫ്രിക്കയിൽ വക്കീലായി കുറച്ചുകാലം സേവനമനുഷ്ഠിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ അദ്ദേഹം പോരാട്ടം നടത്തിയിരുന്നു. ഇന്ത്യയിൽ എത്തിയതിനു ശേഷം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും അഹിംസയിലൂടെയും സത്യാഗ്രഹങ്ങളിലൂടെയും ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറുകയും ചെയ്ത വ്യക്തി. 1948 ജനുവരി 30 ഡൽഹിയിലെ ഒരു പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കവേ നാഥൂറാം ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റു മരിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ അഭിഭാഷകനായി ജോലി ചെയ്യുകയായിരുന്നു ഗാന്ധി. അവിടെ വെച്ച് അദ്ദേഹത്തിന് വർണ്ണ വിവേചനം നേരിടേണ്ടി വന്നു. ദർബനിൽ നിന്ന് പ്രിറ്റോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ വെള്ളക്കാർക്കൊപ്പം യാത്ര ചെയ്യാൻ അവകാശമില്ലെന്ന പേരിൽ അദ്ദേഹത്തെ 1-ാം ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിട്ടു. ശേഷം അവിടെ ഉണ്ടായിരുന്ന 21 വർഷവും അദ്ദേഹം വർണ്ണ വിവേചനത്തിനെതിരെ പോരാടുകയാണുണ്ടായത്. 1915 ജാനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. അദ്ദേഹത്തിന്റെ വരവോടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മൂന്നാമത്തെ ഘട്ടം ആരംഭിച്ചു. 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അദ്ദേഹം മടങ്ങിയെത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് 2003 മുതൽ ജനുവരി 9 ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ബീഹാറിലെ ചമ്പാരൻ എന്ന ഗ്രാമത്തിൽ കർഷകർ ദുരിതത്തിലായിരുന്നു. ഭക്ഷ്യധാന്യ വിളകൾക്ക് പകരം നീലം കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ അവരെ നിർബന്ധിച്ചു. നീലം കൃഷി ലാഭമുള്ളതായിരുന്നില്ലെന്നു മാത്രമല്ല, നീലം കൃഷി ചെയ്ത പാടങ്ങൾ മറ്റൊരു കൃഷി ചെയ്യാൻ അനുയോജ്യവുമായിരുന്നില്ല. ഇതുകൂടാതെ വലിയ തുകയ്ക്കുള്ള നികുതി പിരിവും ഉണ്ടായിരുന്നു. പണ്ഡിറ്റ് രാജ്കുമാർ ശുക്ല എന്ന വ്യക്തിയാണ് കർഷകരുടെ ഈ അവസ്ഥയെപ്പറ്റി ഗാന്ധിജിയെ ബോധ്യപ്പെടുത്തി ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടത്. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാർക്കെതിരെ പ്രയോഗിച്ച അതേ സത്യാഗ്രഹ രീതി തന്നെ ഗാന്ധിജി ചമ്പാരനിലും നടത്തി. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കാൻ അധികാരികൾ നിർബന്ധിതരായി. സമരം വിജയിച്ചതിനു ശേഷവും ചമ്പാരനിൽ പല രീതിയിലുള്ള പുരോഗമന പ്രവർത്തനങ്ങളിൽ ഗാന്ധിജി പങ്കാളിയായി. 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിന് ശേഷം സ്വന്തം നാടായ ഗുജറാത്തിലെ അലഹബാദിൽ 1918 ഗാന്ധിജി നടത്തിയ തുണിമിൽ സമരത്തെപ്പറ്റി ചർച്ച ചെയ്യാം. 1917 അഹമ്മദാബാദിൽ പ്ലേഗ് രോഗം പടർന്നിരുന്നു. അവിടുത്തെ ജനസംഖ്യയുടെ ഏകദേശം 10% പേരോളം മരണമടഞ്ഞ മഹാമാരിയായി അത് മാറി. ഈ സമയം ജോലി ഉപേക്ഷിച്ച് പോവാതിരിക്കാൻ തുണിമിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിന്റെ 80% ബോണസായി നൽകിയിരുന്നു. എന്നാൽ മഹാമാരി ഒഴിഞ്ഞപ്പോൾ ഈ ബോണസ് നിർത്തിവെച്ചു. ഇതിനെതിരെയാണ് തൊഴിലാളികൾ സമരത്തിനിറങ്ങിയത്. ഗാന്ധിജി ഈ പ്രശ്നം ഏറ്റെടുക്കുകയും മരണം വരെ നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു ഇത്. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവിന് സമ്മതിക്കുകയും സമരം അവസാനിക്കുകയും ചെയ്തു. 1918 തന്നെ ഗുജറാത്തിലെ കർഷക പ്രക്ഷോഭത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. നികുതി ഇളവിനെ ചൊല്ലി കർഷകരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഗാന്ധിജി ഉപയോഗിച്ച സമരായുധങ്ങളാണ് സത്യാഗ്രഹവും നികുതി നിഷേധവും. പ്രകൃതിക്ഷോഭം മൂലം കൃഷി നഷ്ടമായ കർഷകർക്ക് നികുതി ഇളവുകൾ നൽകാൻ ഒടുവിൽ സർക്കാർ തയ്യാറായി. സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിന്റെ നേതാവാക്കി തീർത്തു. പ്രാദേശിക സമരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ഗാന്ധിജിയെ ഒരു ദേശീയ സമരത്തിലേക്ക് കൊണ്ടുവന്ന പ്രശ്നമായിരുന്നു റൗലത്ത് ആക്ട്.
ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ എന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഈ നിയമത്തിൽ ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാമായിരുന്നു. ഇതിനെതിരെ 1919 ഏപ്രിൽ 6-ന് രാജ്യം മുഴുവൻ കരിദിനമായി ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. റൗലറ്റ് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. പിന്നെയുമുണ്ട് കാര്യങ്ങൾ. അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വനനിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ച് പടിയിറങ്ങി. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. ബഹിഷ്കരണത്തോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകി. ഇതിനെ തുടർന്ന് ജനങ്ങൾ തദ്ദേശീയമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂറ്റ് വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ സമരത്തിനിടയിൽ 3000-ലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. കോപാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സംഭവം അഹിംസാ സമര തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു. ക്വിറ്റ് ഇന്ത്യ സമരം. INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8-ന് ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പറഞ്ഞു, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള മനക്കരുത്ത് ആയിരുന്നു ഈ വാക്കുകളിൽ. പ്രക്ഷോഭം ആരംഭിച്ചതിനു ശേഷം പലയിടത്തും ജനങ്ങളും പോലീസുകളും ഏറ്റുമുട്ടി. ഓഗസ്റ്റ് 9-ന് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബായെയും അറസ്റ്റ് ചെയ്ത് പൂനെയിലെ ആഘാഖാൻ കൊട്ടാരത്തിലെ തടവിൽ പാർപ്പിച്ചു. ജയിൽവാസത്തിനിടയിൽ 1944 ഫെബ്രുവരി 22-ന് കസ്തൂർബ ഗാന്ധി അന്തരിച്ചു. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അരുണ അസഫ് അലിയും ജയപ്രകാശ് നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അരുണ അസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. വളരെ തുച്ഛമായ വിലയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഉപ്പിന് വലിയ നികുതി ഈടാക്കിയതോടെ രാജ്യം അടുത്ത സത്യാഗ്രഹത്തിലേക്ക് നീങ്ങി. ഉപ്പ് സത്യാഗ്രഹം. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് സ്വന്തമായി ഉപ്പ് ഉൽപ്പാദിക്കാൻ കഴിയുമെങ്കിലും അത് നിയമലംഘനമാവും. ഗാന്ധിജിയും 72 അനുയായികളും മാർച്ച് 12-ന് സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. 375 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ഏപ്രിൽ 5-ന് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. 1930 ഏപ്രിൽ 6-ന് ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു. ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച് ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിയെ ബ്രിട്ടൻ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇത് സമരം വ്യാപിപ്പിക്കാനേ ഉപകരിച്ചുള്ളൂ. ഉപ്പ് സത്യാഗ്രഹ സമരം ഏതാണ്ട് 1 വർഷക്കാലം നീണ്ടുനിന്നു. രണ്ടാം വട്ടമേശ സമ്മേളന ഉടമ്പടി പ്രകാരം ഗാന്ധിയെ ജയിലിൽ നിന്ന് വിട്ടയക്കുന്നതുവരെ ഉപ്പ് സത്യാഗ്രഹ സമരം തുടർന്നു. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ് പൊതുവാൾ എന്നിവരാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ. ഗാന്ധിജിയുടെ ജീവിതം ആസ്പദമാക്കി റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഇംഗ്ലീഷ് ചലച്ചിത്രമാണ് ഗാന്ധി. 1982-ൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ബെൻ കിങ്സ്ലിയെ ആണ് ഗാന്ധിജിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മികച്ച നടനും മികച്ച സംവിധായകനും ഉൾപ്പെടെ ഓസ്കാർ അവാർഡുകൾ ഈ ചിത്രം നേടി. ഈ ചിത്രത്തിലെ വസ്ത്രാലങ്കാരം നിർവഹിച്ചതിലൂടെ ബാനു അത്തയ്യ ഓസ്കാർ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി.
ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ 21 വർഷത്തെ ജീവിതത്തെക്കുറിച്ച് ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത ചിത്രമാണ് 1996-ൽ പുറത്തിറങ്ങിയ മേക്കിംഗ് ഓഫ് മഹാത്മ. SCERT പാഠഭാഗങ്ങൾ അടിസ്ഥാനമാക്കി ഗാന്ധിജിയെപ്പറ്റി പരീക്ഷയ്ക്ക് വരാനുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1937 മഹാത്മാഗാന്ധി സവിശേഷമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വച്ചു. ഭാരത വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെട്ട ഇതിന്റെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. ടാഗോർ ആയിരുന്നു ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിയെ ആദ്യമായി വിളിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.